സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജോർജ് ജോർജും സനൽകുമാർ ശശിയും തമ്മിലുള്ള ഒരു സംഭാഷണ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുകയുള്ളൂ. ആ വീഡിയോയുടെ ബാക്കിയാണ്. ജോർജ് പറയുന്നത് 2.5 കോടി രൂപ സനൽകുമാർ ശശിധരൻ ഇയാളെ ഇന്ന് പറ്റിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സൗഹൃദ സംഭാഷണ നിലയ്ക്ക് അഖിൽ മാരാർ നമ്മുടെ സനൽകുമാർ ശശിധരൻ വിളിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. 10 മിനിറ്റ്. എനിക്ക് അതല്ലാതെ നമ്മുടെ ഫെസ്റ്റിവലിൽ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നുമില്ല. അന്ന് നമ്മൾ സംസാരിച്ചത് അനുസരിച്ചാണെങ്കിൽ ഫെസ്റ്റിവലിൽ പണം അയക്കാനുള്ള റൈറ്റ്സും പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ ഇത് ചെയ്യാനുള്ള നോൺ എക്സ്ക്ലൂസീവ് റൈറ്റ്സും എനിക്ക് തരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചു. അതായത് പണത്തിന്റെ കച്ചവടം നടന്നില്ല. അത് 6 മാസത്തെ സമയവും നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പൊ അതൊന്നുമില്ല, അതൊന്നും പറയാതെ ഇപ്പൊ എനിക്ക് 14 ലക്ഷം രൂപ തന്നു എന്ന് പറയുന്നത്. 14 ലക്ഷം രൂപ തന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പടം സൗണ്ട് റീമിക്സ് ചെയ്തിരുന്നു, അറ്റ്മോസ് റീമിക്സ് ചെയ്തിരുന്നു. അത് ജോജു പറഞ്ഞിട്ടാ റീമിക്സ്. ജോജു വാങ്ങിയതിന് ശേഷം അറ്റ്മോസ് റീമിക്സ് ചെയ്യുകയും പിന്നെ അതുപോലെ പടം റീസെൻസർ ചെയ്യുകയൊക്കെ ചെയ്തു. ജോജുവിന്റെ പേരിലേക്ക് മാറ്റി വെച്ചപ്പോ അതെല്ലാം ഞാൻ വഴിയാ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാം എനിക്ക് എന്റെ അക്കൗണ്ട് വഴിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ജോജു ഭയങ്കര ക്ലവറാണ്. ജോജു ഒന്ന് പറയുന്നത് ആ 14 ലക്ഷം രൂപ എനിക്ക് തന്നു എന്നുള്ള രീതിയിലാണ് ജോജു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത്രയും സത്യസന്ധത ഇല്ലാത്ത ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ ആർട്ടിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. അല്ല, എന്തായാലും ജോജു പറയുന്നത് ഇയാളന്ന് 2 ലക്ഷം പൊട്ടിച്ചു എന്ന്. ജോജു പറയുന്നുണ്ട് സനൽകുമാർ ശശിധരന് പൈസ കൊടുത്തു എന്ന്. സനൽകുമാർ പറയുന്നത് ആ പണം ഉപയോഗിച്ച് ആ ജോജുവിന് കൊടുത്ത സിനിമ തന്നെ റീമാസ്റ്റർ ചെയ്തു എന്നാണ്. ഞാനിത് പിന്നെ ഞാനിപ്പോ കേസിനൊന്നും പോകാൻ പോകുന്നില്ല. ഞാൻ ജോജു എന്നോട് തെറി പറഞ്ഞ സാധനം ഞാൻ എന്തായാലും പബ്ലിഷ് ചെയ്യാൻ പോവാണ്. എന്തായാലും ജോജു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. അത് ഇത്ര ശരിയല്ല. നിങ്ങളും സൂക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള മനുഷ്യരായിട്ട് ഇടപെടുമ്പോഴേ നമ്മൾ സത്യസന്ധതയുടെ പുറത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ സംസാരിച്ചപ്പോ ഞാൻ ഒരു വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങളാണ് തന്നെ അറിയിക്കുന്നത്. എന്നോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഓക്കെ, വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുടെ കാര്യങ്ങളാണല്ലോ. ഇല്ല, അത് എന്നോട് പറഞ്ഞ പ്രകാരം ഈ ഫെസ്റ്റിവലിൽ കൊടുക്കുന്നതിനകത്ത് എതിർപ്പില്ല എന്ന് തന്നെയാണ് എന്നോട് ആവർത്തിച്ച് പറഞ്ഞത്. ഒന്നുമില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ആകെ കൂടെ ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടാൻ പറ്റൂല, യൂട്യൂബിൽ ഇടാൻ പറ്റില്ല, അത് വിൽപ്പനയെ ബാധിക്കും. പിന്നെ എനിക്ക് ഇത്ര രൂപ തന്നിട്ടുണ്ട്, അവന് ഇത്ര 2 കോടി ചിലവാനും രൂപ ചെലവായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത് ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ്. പിന്നെ വളരെ മൈൽഡ് ആയിട്ട് കേസിലൊന്നും പോകാനുള്ള ഇതിലല്ല, ഞാൻ കേസിൽ പോകരുത് എന്നുള്ള രീതിയിലാണ്. കേസിൽ പോയി കഴിഞ്ഞാൽ അതായത് ഈ തല്ലേട്ടൻ തെറിവിളിച്ച എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് ഇപ്പൊ തോന്നുന്നൊരു സംഭവം. തല്ലേട്ടനെ പുള്ളി തെറിവിളിച്ചു എന്ന് പറഞ്ഞ വീഡിയോ അല്ല റെക്കോർഡിങ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അത് കേട്ടിട്ട് വക്കീല് പറഞ്ഞെന്ന് പുള്ളി അത് പുറത്തുവിടുന്നെങ്കിൽ അത് എന്റെ അടുത്ത് പറഞ്ഞത് സുരാജാണ്. ചോദിച്ചേട്ടൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, അതിനെ കുറിച്ചൊന്നും എന്റെ അടുത്ത് സംസാരിച്ചില്ല. അപ്പൊ മറ്റേ സുരാജ് ഇടയ്ക്ക് എന്നെ വിളിച്ചത് അദ്ദേഹം പറഞ്ഞായിരുന്നു അത് വക്കീലുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് കക്ഷി അത് പുറത്തുവിടണമെങ്കിൽ പുറത്തു വിട്ടോട്ടെ എന്ന് പറഞ്ഞെന്ന്. അപ്പം അതുകൊണ്ടായിരിക്കാം ഇനി ഇവരുടെ നിലപാടിൽ വല്ല മാറ്റവും അവര് തമ്മിൽ സംസാരിച്ചുണ്ടാക്കിയെടുത്തതാണോ എന്ന് എനിക്കറിയില്ലത്. എന്റെ അടുത്ത് സംസാരിച്ച് തന്നെ ആയാലും ഇവിടെ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ചോല എന്ന് പറയുന്ന സിനിമ എടുക്കുന്നു. സനൽകുമാർ ശശിധരനാണ് സിനിമാ സംവിധായകൻ. അസാധു സംവിധായകനാണ്, സംശയമില്ല. ജോജു ജോർജിന് ഇഷ്ടപ്പെട്ട സംവിധായകനാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ സാമ്പത്തികമായിട്ട് വൻ പരാജയമായിരുന്നു. ജോജു ജോർജിന് പരാജയമായിരുന്നു എന്ന് തന്നെ പറയാം. 2.5 കോടി രൂപയാണ്. പിന്നീട് സിനിമ ജോജു വാങ്ങിക്കാനൊക്കെ ശ്രമം നടത്തുന്നു. 2.5 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കുന്നു. പക്ഷെ ഒരു ഗുണം കിട്ടിയില്ല. സ്വാഭാവികമായിട്ട് ജോജു ജോർജുവിന് അതിൻ്റെതായിട്ടുള്ള ചൊറിച്ചിൽ കയറിയിട്ടുണ്ടായിരിക്കാം. ചില്ലറ തുകയല്ലല്ലോ പോയത്. അതിനെപ്പറ്റി ചോദിക്കാനും മറ്റും കാര്യം നോക്കുമ്പോൾ സനൽകുമാർ ശശിധരൻ നേരെ ഉൾട്ട സംസാരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോ നമ്മൾ അഖിൽ മാരാർ വിളിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ എങ്ങനെയെങ്കിലും നാട്ടുകാർ കാണട്ടെ, IFFK ഏത് FKയിലെങ്കിലും പോയിട്ട് കാണട്ടെ, എവിടെ വേണമെങ്കിലും പ്രദർശിപ്പിക്കാം എന്നുള്ള അവകാശം സനൽകുമാർ ശശിധരന് കൊടുക്കാമെന്ന് പറയുമ്പോൾ സനൽ എപ്പോഴും അത് അംഗീകരിക്കുന്നേ ഇല്ല. എന്ത് തന്നെ ആയെങ്കിലും ഞാനൊരു മാനുഷികമായ പരിഗണനയുടെ പുറത്താണ് ഈ സാധനങ്ങളെല്ലാം വർക്ക് ചെയ്തത്. അല്ല നമ്മളൊന്നും അല്ലെങ്കിൽ പിന്നെ ഞാൻ 2 പടം ചെയ്തതാണ് അവന്റെ പേരിൽ. ലാഭവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല, വലിയ നഷ്ടത്തിലാണ്, വലിയ ബാധ്യതയിലാണ്. ഇപ്പൊ USA പോയേക്കുന്നത് പോലും മേടിച്ച പൈസകളുടെ സെറ്റിൽമെന്റിന്റെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്ത് പുള്ളിക്ക് സമയം ചോദിക്കാൻ പറ്റിയിട്ടാണ് പുള്ളി ഇപ്പൊ USA പോയേക്കുന്നത്. ഞാൻ അതിനകത്ത് പറഞ്ഞെന്താ, ഈ അല്ലി എന്ന് പറയുന്ന സിനിമ ഫുൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ ഇപ്പൊ എത്രയോ പടങ്ങൾ OTTയിൽ ഇറങ്ങുന്നുണ്ട്. അതിനുള്ള യാതൊരു ശ്രമവും നടക്കുന്നില്ല. തമിഴിൽ പോലും അത് ശ്രമം നടക്കുന്നില്ല. അവർക്കെന്തോ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടാണ് ആ പൈസ അത് വാങ്ങിച്ചോണ്ട് പോയത്. അല്ല, അത് ശ്രമം നടത്താത്തല്ല കേട്ടോ. കാര്യം മധുരം ഇതുവരെ OTT
സാറ്റലൈറ്റ് വിട്ടിട്ടില്ല, മധുരം എന്ന് പറഞ്ഞ സിനിമ പോലും. കാര്യം എന്ന് വെച്ചാൽ പടങ്ങൾ ആരും എടുക്കാത്തത് തന്നെയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ അതിന്റെ സാറ്റലൈറ്റ്. പിന്നെ അഖിൽമാര് പറയുന്നു, അഖിൽമാരാന്റെ സിനിമയുടെ അവസ്ഥ തന്നെ. എല്ലാ സിനിമകളും സാറ്റലൈറ്റ് വാല്യൂ ഉള്ള സിനിമ എന്ന് വിചാരിക്കരുത്. കാരണം ചില സിനിമകളൊന്നും സാറ്റലൈറ്റുകൾ എടുക്കില്ല. പക്ഷേ അതിനെപ്പറ്റി ധാരണയൊന്നും എനിക്ക് തോന്നുന്നത് സനത്കുമാർ ശശി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ്. അതിൽ OTT വിട്ടിട്ടില്ല. നമ്മൾ ശ്രമിക്കാനിട്ടല്ല, നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും പടങ്ങളൊന്നും വേണ്ട. ഇവർക്ക് മെയിൻ സ്ട്രീം പടങ്ങൾ മതി. ഞാനിപ്പോ എന്താ പറയുന്നത്, ഞാൻ ആകെ കൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത സിനിമ, അതിനെ ഇതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ പടത്തിനെ യൂട്യൂബിൽ ഇടാനുള്ള റൈറ്റ് അവൻ തന്നെ ഇടട്ടെ. ഈ പടം ഇത്രയും വർഷമായി, 2018 വന്ന പടമാണ്. ഇത്രയും വർഷമായിട്ട് ആ പടം പുറത്തു വരുന്നില്ല, ആളുകൾ കാണുന്നില്ല. ആളുകൾ ഇപ്പൊ പറയുന്നത് ആമസോണിലുള്ളതും അത് ഏത് നിമിഷവും പിൻവലിക്കാം. ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ആകുമ്പോൾ അത് ഏത് നിമിഷവും പിൻവലിക്കാം. ഇതിന്റെ പിന്നിലുള്ള കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ജോജിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത ഒരു കാര്യമാണ്. അല്ല, അതില് ഈ പറയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം വിറ്റിട്ടുണ്ട്. ഈ പടം എന്നല്ല, അല്ലി എന്ന് പറയുന്ന പടം. എന്റെ എല്ലാ പടങ്ങളും ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങാതിരിക്കാനുള്ള പരിപാടികളുടെ ഭാഗമായിട്ട് വിറ്റിട്ടുണ്ട്. അത് എന്നോട് ഇവൻ പറഞ്ഞത് ദിലീപ് വാങ്ങുന്നു എന്നാണ്. എനിക്ക് തോന്നുന്നത് ദിലീപ് ആണെങ്കിൽ ഈ മറ്റേ കക്ഷി ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് പിന്നീട് അറിയില്ല. ദിലീപ് വാങ്ങുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ദിലീപ് ആയിരിക്കില്ല, നമ്മുടെ ഏഷ്യാനെറ്റിലെ ദിലീപ് ആയിരിക്കാനാണ് സാധ്യത. ഏഷ്യാനെറ്റിലെ ദിലീപ് ആണെങ്കിൽ അത് പറയില്ലേ, അത് പറഞ്ഞൂടെ? ഞാൻ വേണമെങ്കിൽ ഏഷ്യാനെറ്റിലെ ദിലീപിനോട് അന്വേഷിക്കാം. എനിക്കറിയില്ല ആക്ടർ ദിലീപ് അല്ല എന്നുള്ള കാര്യം. ഇവര് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കടാ ദിലീപേട്ടന് എന്തിനാണ് സിനിമ വാങ്ങിട്ടെന്നാണ് പുള്ളിയോട്. അല്ല, ഇതാ പറഞ്ഞത്. അതാണ്, ഇവർക്കൊന്നും ജെന്യുവിൻ ഇൻട്രസ്റ്റിലല്ല ഈ സിനിമ പുറത്തിറങ്ങരുത് എന്നുള്ള ഈ സംഗതിയിലാണ് ഇത്. അതായത് ഇതിനകത്ത് മുഴുവനും വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ കയറ്റം എന്ന് പറയുന്ന സിനിമ മുതലാണ് ഈ സംഭവങ്ങൾ വരുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന സംഗതികളാണ് ഇത് മുഴുവനും. മഞ്ജു വാര്യരുമായിട്ടുള്ള ഇടപെടലിന്റെ പിന്നാലെയാണ് ഈ കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്നത്. ചോല പുറത്തിറങ്ങുന്നില്ല, കയറ്റം പുറത്തിറങ്ങുന്നില്ല. എല്ലാ പടങ്ങളുടെയും ഈ പിന്നാലെ അത് എനിക്കറിയില്ല, ചില മനുഷ്യർ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. വേറെ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അവർക്ക് അതൊരു സന്തോഷം. എന്തിനാണ് ഇത്ര പൈസ ചെലവാക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കുറെ കയ്യിലുണ്ടല്ലോ, അപ്പൊ പിന്നെ ബാക്കിയുള്ള മറ്റവനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ കാശൊക്കെ പോകുമെന്ന് വെച്ചാൽ എന്റെ അപ്പൂപ്പന്റെ കാലം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ സ്ഥലം മുഴുവനും ഞങ്ങളുടേതായിരുന്നു. രാജാക്കന്മാരെ പോലെ ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു കാശുമില്ല, ഞാൻ വളരെ പാവപ്പെട്ടവനായി. ഇതുപോലെ തന്നെ ജോജു ഇപ്പൊ കുറെ ആളുകളൊക്കെ പറ്റിച്ച് കുറെ കാശൊക്കെ ഉണ്ടാക്കുമായിരിക്കും, അല്ലെ ആളുകളെ ബുദ്ധിമുട്ടിക്കുമായിരിക്കും. ജോജുവിന്റെ മക്കളും ചെറുമക്കളും ഒക്കെ ഈ കൊച്ചുമക്കളും ഒക്കെ ഈ പറയുന്ന പോലത്തെ പരുവത്തിലാവും. അപ്പോഴിങ്ങനെ പറയാം, അപ്പൂപ്പൻ ഇത് ചെയ്തു എന്ന് പറയും. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് സംഭവിക്കാനില്ല. ഇപ്പൊ എന്താണ്, ഞാൻ ആക്ച്വലി ഇപ്പം പുള്ളി USA പോയി. 15-ാം തീയതി പുള്ളി USA പോയതാണ്. ഇന്നിപ്പോ എത്ര 25 10 ദിവസമായിട്ട് എനിക്ക് ജോജുമായിട്ട് പുറത്ത്. കാരണം വിളിച്ചാൽ പുള്ളി ഒന്നാമത്തെ കാര്യം കിട്ടത്തില്ല. നമ്മൾ മെസ്സേജ് അയച്ചാൽ പുള്ളി ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. ഇത് അതാ പറഞ്ഞേ ഇതിനകത്ത്. അല്ല, ഇതിപ്പോ ഞാൻ വിചാരിച്ച വിഷയമൊക്കെ സെറ്റിലായി കാണുന്നത്. ചേട്ടാ എന്നെ ഇതുവരെ വിളിക്കാതിരുന്നപ്പോ ഇതെല്ലാം ക്ലിയർ ആയി കാണുമെന്നാണ് എന്റെ ധാരണ. ഞാൻ വിളിക്കാതിരുന്ന ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ പോലും വിളിക്കില്ലായിരുന്നു. ഞാൻ ഈ വക്കീൽ നോട്ടീസ് വന്നപ്പോഴാണ് വിളിച്ചത്. നോട്ടീസ് ആണ് എന്നല്ല ഞാൻ വിചാരിച്ചത്. എന്റെ അടുത്ത് പറഞ്ഞത് സുരാജാണ് എന്റെ അടുത്ത് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പുള്ളി പറഞ്ഞത് പ്രകാരം സല്ലേട്ടൻ അയച്ചതിന് അവര് വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വക്കീലിന്റെയും കൂടെ വേറൊരു തമാശ ഉള്ളത്, ഞാൻ എന്റെ വീട്ടിലില്ല എന്നും ഞാൻ വീട് മാറി താമസിക്കുകയാണെന്നും ഡൈവോഴ്സ് ആയി എന്നും ഒക്കെ ഉള്ള എല്ലാവർക്കും അറിയാം, ജോജുവിനും അറിയാം. അപ്പൊ ആ അഡ്രസ്സിലേക്ക് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാനത് കൈപ്പറ്റില്ല, അത് തിരിച്ചു വരും. പിന്നീട് എപ്പോഴെങ്കിലും ഞാനൊരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഇതിന് മറുപടി കൊടുക്കും, അത് വേറെ കാര്യം. ഇതൊക്കെ ഇത്രയും വൃത്തികെട്ട മാനസികത്വം വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ സിനിമ ചെയ്യാറാകുന്നത്. സിനിമയൊക്കെ ചെയ്യുമായിരിക്കും, കാശൊക്കെ ഉണ്ടാക്കുമായിരിക്കും, ഇവര് ആനയും അമ്പാരിയൊക്കെ വാങ്ങുമായിരിക്കും. ഇതൊക്കെ എത്ര ദിവസത്തേക്ക് അഖിൽ, എത്ര ദിവസത്തേക്ക്? മനുഷ്യനല്ലേ, മനുഷ്യൻ കല്ലുകൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ലല്ലോ, ചതയും രക്തവും ഒക്കെ അല്ലേ ഇത്. പക്ഷെ ഭയങ്കര മോശമാണ്. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒരു വോയിസ് എന്താണെന്നുള്ളതൊന്ന് അയച്ചിടാം ഞാനത്. പക്ഷെ പുള്ളിക്ക് വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ട് വേണ്ട. ഞാനിപ്പോ ഫേസ്ബുക്കിൽ എന്തായാലും ഒരു കുറിപ്പ് എഴുതുന്നുണ്ട് ഈ ഇത് വെച്ച് തന്നെ. അപ്പൊ അഖിലിന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യും. പക്ഷെ വേറെ ഒന്നും ഇതൊന്നും അല്ല മെൻഷൻ ചെയ്യും, കാരണം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മെൻഷൻ ചെയ്യും. അത് കുഴപ്പമില്ല, അത് പ്രശ്നമല്ല. കാരണം ഇത് ഭയങ്കര മോശമാണ് അഖിൽ. എന്ന് വെച്ചാൽ എന്നെ ഈ മറ്റേ അറവുകാളെ ഇടും പോലെ വർക്ക് ചെയ്യിപ്പിച്ചതാ. 2 പടം ചെയ്യിച്ചു. ഈ പടം തന്നെ ചോല എന്ന് പറയുന്ന പടം എന്റെ സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ജോജു ഈ പടം വാങ്ങിയതിനു ശേഷം, ജോജു വാങ്ങിയെന്ന് വെച്ചാൽ 86 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. എന്നിട്ട് വാങ്ങിയതിനു ശേഷം അവൻ പറയുന്നത് ശരിയാണ്, അവൻ 14 ലക്ഷം രൂപ തന്നു. എന്തിനാണെന്നറിയാവോ? ഈ പടം റീമിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു.
അതെനിക്ക് മനസ്സിലായി. കാരണം എന്റെ പ്രൊഡ്യൂസറും പടത്തിന്റെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ട്. നാളെ ഞാൻ കേസ് കൊടുത്ത പുള്ളി എന്നോട് പറയാം ഞാൻ അതിനൊക്കെ പൈസ. അപ്പൊ ശരിയാ, പുള്ളിയുടെ അക്കൗണ്ടിൽ എനിക്ക് പൈസ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടിയാണ് പറയുന്നത്? സത്യസന്ധത എന്ന് പറയുന്ന സാധനത്തിന് യാതൊരു വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. പിന്നെ ഇവരൊക്കെ തന്നെ വലിയ എന്ത് പറയാനാണ്. ശരി, ഞാനൊന്ന് അഖിലിനോട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അഖിൽ, ശരി ചേട്ടാ, ഞാനിവിടെ ഒരു മീറ്റിംഗിനായിട്ട് വന്ന, അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാ. ശരി, ഓക്കെ, താങ്ക് യു.